ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെയിലി ഫുഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കിടിലനായ ഒരു സ്നാക്സാണ്. വൈകിട്ട് ചായക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല ഒന്നാന്തരം ഒരു സ്നാക്സാണ്. ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട്. ഒരു എഗ്ഗ് നന്നായി ബീറ്റ് ചെയ്യുന്നുണ്ട്. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു വലിയ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അര ഗ്ലാസ് പാലാണ് ഇതിനാവശ്യം. അര ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായി മിക്സാക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായി മിക്സാക്കി ഇനി ആവശ്യം അര സ്പൂണ് വിന്നിഗറാണ്. വിന്നിഗറും കൂടി ചേർത്ത് നന്നായി മിക്സാക്കി കൊടുക്കാം. അര സ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഫ്രണ്ട്സ്, നമ്മളെ ചാനലൊക്കെ ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദ നന്നായി മിക്സാക്കി മാവ് ഈ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അധികം വെള്ളമാവാൻ പാടില്ല, കുറച്ച് കട്ടിക്ക് തന്നെ വേണം. ഒരു ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് ഈ ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ ബാറ്റർ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് തിരിച്ചിട്ട് നന്നായി മൊരിയിച്ചെടുക്കാം. ഈ സ്നാക്സ് പുറത്ത് കുറച്ച് ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റാണ്. പഞ്ഞി പോലെ ഇരിക്കും. നല്ല ടേസ്റ്റിയായ ഒരു പലഹാരമാണ്. ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഒഴിച്ചു കൊടുത്ത് എല്ലാതും അങ്ങനെ കോരിയെടുക്കും. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷുവറായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ സ്നാക്സ് വളരെ എളുപ്പം സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഒരു കപ്പ് മൈദ കൊണ്ട് നമുക്കൊരു പ്ലേറ്റ് നിറച്ച് സ്നാക്സ് കിട്ടിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ക്രിസ്പിയായ ഒരു സ്നാക്സ്. ഇതുണ്ട, ഉള്ളിൽ നല്ല സ്പോഞ്ച് പഞ്ഞി പോലെയാണ്. നല്ല സോഫ്റ്റാണ്. നല്ല കേക്ക് പോലെ തന്നെ ഇരിക്കും. പുറത്ത് കുറച്ച് ക്രിസ്പിനെസ്സും ഉണ്ടാവും. എല്ലാവരും ഇത് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു പലഹാരം സ്നാക്സാണ്. 4 മണി പലഹാരമാണ്. അല്ലാതെയും നമുക്ക് പിള്ളേർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കണ്ട് എല്ലാവരും സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.